ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൈയും കാലും ഒക്കെ ഒന്ന് ഷോക്ക് അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മരവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? സോ അതിന്റെ കുറച്ച് റീസൺസും അത് എന്തുകൊണ്ടാണ്, നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മരവിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് നമ്മുടെ കൈകളൊക്കെ കുത്തുന്നത് പോലെ, ഇപ്പൊ കൈയും കാലും ആണ് മരവിക്കുന്നതെങ്കിൽ കൈകളും കാലുകളും കുത്തുന്നത് പോലെ, എന്തോ ഒരു ഫോം ഓഫ് ടൈറ്റ്നെസ് പോലെ, ഭയങ്കരമായിട്ട് വെയിറ്റ് ബെയർ ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഏറ്റവും സാധാരണമായ കോസസ് എന്ന് പറയുന്നത് നോർമലി ഈ ഒരു നംനെസ് അല്ലെങ്കിൽ ഈ മരവിപ്പ് വരാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുവാണെങ്കിൽ അവിടോട്ടുള്ള ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റ് ആവുകയും അങ്ങനെ നംനെസ് വരികയും ചെയ്യും. വേറെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, അതായത് കഴുത്ത് തേയ്മാനം കാരണം കൈലോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുവാണെങ്കിൽ കൈ മരവിക്കാം. കാലിലാണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയാറ്റിക്ക പോലത്തെ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടുവേദനയുടെ കൂടെ തന്നെ കാലുവേദന ഉണ്ടെങ്കിൽ നെർവ് കംപ്രഷൻ കാരണം നമുക്ക് മരവിപ്പ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്കും ഈ മരവിപ്പ് അധികമായിട്ട് കാണപ്പെടുന്നു. എപ്പോഴാണ് ഈ മരവിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭയങ്കരമായിട്ടുള്ള എരിച്ചിലുണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന, അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ കഴുത്ത് വേദനയുടെ കൂടെ തന്നെ കയ്യിൽ തരിപ്പുണ്ട്, ഭയങ്കരമായിട്ട് അസഹനീയമായ വേദന ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. മരവിപ്പ് വരുവാണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകള് ഒന്ന് സർക്കുലേഷൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൈകളാക്കുക. കാലുകളാണെങ്കിലും ഒന്ന് കംപ്രസ് ചെയ്തൊക്കെ കൊടുക്കുക, ഒന്ന് പൊങ്ങിയും താന്നും ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഫോം ഓഫ് കംപ്രഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് ബ്ലഡ് സർക്കുലേഷൻസ് അവിടെ വരുമ്പോൾ റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ അവിടെ വരികയും നമുക്ക് നംനെസ് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് നെക്ക് ബാക്ക് സ്ട്രെച്ച് ഒക്കെ കൊടുക്കുമ്പോൾ കൈ ഒന്നൊക്കെ സ്ട്രെച്ച് ചെയ്തൊക്കെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഓക്കെ ആകും. അതുപോലെ തന്നെ വൈറ്റമിൻ B12 കൂട്ടാനാണെങ്കിൽ വൈറ്റമിൻ കൂട്ടാനായിട്ടുള്ള പാല്, മുട്ട പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക, നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബോൺ സ്ട്രെങ്ത് ഒക്കെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാം. അപ്പൊ കാരണം മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു. ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക, റീഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മൈ ടോക്ക് ഡോക്ടർ ആദിസ്റ്റി സൈനിങ് ഓഫ്. താങ്ക് യു.